നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനയ്ക്കും സച്ചിക്കും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല. ഇനിയൊരു അമ്മയാവുമെന്ന പ്രതീക്ഷ വെച്ച് അർച്ചന ജീവിക്കരുത്. ചെക്കപ്പിൽ അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം സച്ചിദാനന്ദന. ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തില. 1-2 ദിവസത്തിനകം നെല്ലിശ്ശേരിയുടെ അവകാശിയെ നിന്റെ അനിയത്തി പ്രസവിക്കുന്നോർത്ത്. എന്നാ എന്റെ സന്തോഷം 1-2 ദിവസം കഴിഞ്ഞിട്ടാ. നിന്റെ അനിയത്തി പ്രസവിച്ചത് ജീവനില്ലാത്തൊരു കുഞ്ഞാണെന്നറിയുമ്പോ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് നിന്റെ അനിയത്തി പ്രസവിക്കില്ല എന്നാ. വിവാഹത്തിന്റെ തിരക്കുകൾ കാരണം എന്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയി. അതുകൊണ്ട് ആതിര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, ജീവനില്ലാത്തൊരു കുഞ്ഞിനെ. കഴിഞ്ഞ 8-9 മാസം താൻ ചുമന്ന് നടന്നിട്ട് അവസാനം പ്രസവിച്ചത് ഉയിരില്ലാത്തൊരു കുഞ്ഞിനെയാണെന്നറിഞ്ഞ് തകർന്നടിഞ്ഞു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അറിയാവുന്ന ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവളെ കുത്തിനോവിക്കാൻ. അവൾ അനുഭവിക്കാൻ പോകുന്നതേ അവളുടെ ചേച്ചിയായ നീ എന്നോട് ചെയ്തതിനൊക്കെ വേണ്ടിയാ. നെല്ലിശ്ശേരി വീട്ടിലെ അവകാശിയെ പ്രസവിക്കേണ്ടതും പോറ്റി വളർത്തേണ്ടതും അവന്തികയാ. നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകളായ ഈ അവന്തിക നിക്ക. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അവന്തിക ഇനി ജീവിക്കുന്നത് ഈ 2 ദിവസം കൂടി മാത്രമായിരിക്കും. എന്റെ അനിയത്തിയുടെ കുഞ്ഞിന്റെ ആയുസേ അവന്തികയ്ക്കേ ഉള്ളൂ. നിങ്ങളിപ്പൊ പറഞ്ഞതിന്റെ 100 ഇരട്ടി ആത്മവിശ്വാസത്തിലാ ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അവന്തികയെ അർച്ചന കൊല്ലും. ഇനി അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അർച്ചന സ്വയം മരിക്കും. ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നതാ ഇത്. എന്നാ സ്വയം മരിക്കാൻ അർച്ചന തയ്യാറായിക്കോ. ഞാൻ പറഞ്ഞതേ നടക്കൂ. കാണാം നമുക്ക്. കാണാം. ഹലോ, നിത്യല്ലേ? അതെ, ആരാ? എന്റെ പേര് അവന്തിക. സുഷമ സിസ്റ്റർ പറഞ്ഞിട്ട് വിളിക്കാണ്. ആ, മനസ്സിലായി. സുഷമ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അല്ലേ? ആ, പറഞ്ഞിരുന്നു. മാഡത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാ സിസ്റ്റർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയത്. മാഡത്തിന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ തിരക്കിയിരുന്നു. നാളെ രാവിലെ നോർമൽ ഡെലിവറി നടക്കുന്ന ഡോക്ടർ പറഞ്ഞത്. ഡെലിവറിയൊക്കെ നോർമൽ ആയിക്കോട്ടെ, പക്ഷെ കുഞ്ഞ് അത് നോർമൽ ആവണ്ട. അവള് പ്രസവിക്കുന്ന കുഞ്ഞ് ജീവനോടെ പുറത്തേക്ക് വരരുത്. നെല്ലിശ്ശേരി വീടിന്റെ ഏതെങ്കിലും ഒരു കിടപ്പുമുറിയിൽ ചെറിയൊരു കുഴി, ആ കുഴിയിൽ മണ്ണിട്ട് മൂടണം എനിക്കതിനെ. അല്ല, നിത്യപ്പോ ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റലുണ്ട്, നൈറ്റ് ഡ്യൂട്ടിയാ. അത് നന്നായി. ഞാനിപ്പോ അങ്ങോട്ട് വരാം.
എന്നിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി മാഡം. നാളെ ചെക്കപ്പിന് പോകുന്നോണ്ട് എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ എത്താൻ കഴിഞ്ഞൊന്നും വരില്ല. നിങ്ങൾ രണ്ടുപേരും രാവിലെ പോണം. അങ്ങനെ തന്നെ അച്ഛാ ഞങ്ങളും കരുതിയിരിക്കുന്നേ. നാളെ ഡെലിവറി നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാ ഡോക്ടർ പറഞ്ഞത്. സന്ദീപിനൊപ്പം അവിടെ നിൽക്കണം തന്നെയാ എന്റെ മനസ്സില്. അത് വേണം. അനൂപ് ഈ അവസ്ഥയിലായതുകൊണ്ട് പകരമായി നീ അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കണം. ഒന്നിനും ഒരു കുറവും വരരുത്. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ എനിക്ക് അമ്പലത്തിലൊന്ന് കയറണം. ആതിരയ്ക്കും കുഞ്ഞിനും ഒരു ദോഷവും വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പല രീതിയിലുള്ള തടസ്സങ്ങളാ ഈ കുടുംബത്തിലെ ഓരോ കാര്യത്തിനും, ഈശ്വരന്മാരായും മനുഷ്യരായും. മറ്റെന്തും നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആപത്തൊന്നും ഉണ്ടാവരുത്. എല്ലാത്തിനും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉത്തരം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ധൈര്യവും. ഹലോ, ആ പറഞ്ഞോ. ആ അതെ അതെ. മോളെ, അച്ഛന് ഒരു കാര്യം കൂടി പറയണമായിരുന്നു. എന്താച്ചാ? മുൻപ് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യ. അന്ന് നീയും സച്ചിയും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു. മറ്റൊന്നുമല്ല, നിങ്ങളും ഒരു കുഞ്ഞിനെക്കുറിച്ച് ഇനിയെങ്കിലും ഓർക്കുന്നില്ലേ? സന്ദീപിനൊരു കുഞ്ഞുണ്ടാവുന്ന വലിയ സന്തോഷം ഉള്ളിലുള്ളപ്പോഴും സച്ചിയുടെയും മോളുടെയും ഒരു കുഞ്ഞിനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആദ്യത്തെ ആഗ്രഹം ആയതുകൊണ്ടാവും ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത്. ഇനിയും ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്താ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? അർച്ചനയ്ക്കും സച്ചിക്കും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല. ഇനിയൊരു അമ്മയാവുമെന്ന പ്രതീക്ഷ വെച്ച് അർച്ചന ജീവിക്കരുത്. ചെക്കപ്പിൽ അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം സച്ചിദാനന്ദനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.